ഇന്നൊരു ചെറിയ വലിയ ബിരിയാണി കഥയാണേ. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ലീവായിരുന്നു. അപ്പോൾ അപ്പു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഫുഡ് വാങ്ങിച്ചുകൊണ്ട് അതും ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ വന്നിരുന്ന് കഴിക്കാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. വന്നപ്പോൾ അമ്മാമ്മ ഇവിടെ ചിക്കനൊക്കെ വൃത്തിയാക്കുന്നു. അപ്പു ഇതൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് മുടി വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ആ സമയം കൊണ്ട് വീട്ടിലേക്ക് വേണ്ടല്ല, വീട്ടിൽ ചെയ്യാനുള്ള ജോലികളെല്ലാം ചെയ്ത് തീർത്ത്. ഞായറാഴ്ച ദിവസമാണ് തൂക്കലും വാരലും അടിക്കലും തുടയ്ക്കലും ഒക്കെ. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് അടുക്കളയിലോട്ട് കയറി. ഉച്ചയ്ക്ക് കഴിക്കാനിരുന്ന ഫുഡാണ് കഴിച്ചത്. രാത്രി 10 മണിക്കാണ്. ചോറിന് വേണ്ടിയിട്ടുള്ള എല്ലാം എടുത്ത് വെച്ച്, ചോറൊക്കെ വേവാനായിട്ട് അടുപ്പിൽ വെച്ച്, ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും എടുത്ത് വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ചോറ് വെന്തിയാനങ്ങ് അടച്ചിട്ട്, പിന്നെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഞാനിവിടെ സവാള മൊരിച്ചാണ് എടുക്കുന്നത്. ഇതുകൊണ്ട് രണ്ടുണ്ട് ഗുണം: ഒന്ന് അലങ്കരിക്കുകയും ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ അത് ചേർക്കുകയും ചെയ്യാം. ആ എണ്ണയിൽ തന്നെ ഞാൻ പപ്പടമൊക്കെ അങ്ങ് പൊരിച്ചെടുത്ത്, കാരണം അല്ലെങ്കിൽ ലാസ്റ്റിൽ ഇതൊക്കെ മറന്നു പോകും അല്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം തന്നെ ചെയ്തത്. അങ്ങനെ ഇതേ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട്, വഴറ്റലും മെഴുക്കലും ഒന്നും ഇല്ല, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഇടുക. മസാലപ്പൊടി, ഏറ്റവും കൂടുതൽ തൈരാണ് ഞാൻ അതിനകത്ത് എടുക്കുന്നത്, കാരണം തൈര് എത്രമാത്രം ഇടുന്നു അത്രയും ടേസ്റ്റ് കൂടും. ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. ഞാനിതെല്ലാം ഗൂഗിളിൽ നോക്കിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും എൻ്റേതായ രീതിയിൽ ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പിന്നെ അതിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, 1+1 കണ്ടോട് മേടിച്ചത്, പക്ഷേ കൊട്ടും കൊള്ളത്തിലായിരുന്നു. പിന്നെ അത് തീരാതെ എടുത്ത് കളയാൻ പറ്റത്തില്ല, ഞാൻ അതുകൊണ്ട് അങ്ങ് ഇട്ടതാണ്. അങ്ങനെ ഈ ചിക്കനെല്ലാം ഇട്ട് നന്നായിട്ട് പുരട്ടി, ഇത് കുറച്ച് വെള്ളവും കൂടെ നമ്മൾ അതിനകത്തോട്ടൊന്ന് കലക്കി, മസാല കലക്കി ഒന്ന് ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് സവാള ഇട്ടില്ല എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഞെരടേണ്ടതാണ്, പക്ഷേ അടുപ്പിൽ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്. അപ്പോഴത്തേക്കിന് പാത്രം ചൂടായി. ഞാൻ പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് വിതറി ഇട്ടിട്ട് അങ്ങ് അടച്ച് വേവിക്കാനായിട്ട് വെച്ച്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇതേ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും നമ്മുടെ കുക്കുംബറും മാത്രമേ ഇടുന്നുള്ളൂ, പച്ചമുളകൊന്നും ഇടത്തില്ല, ആമിക്കുട്ടൻ കഴിക്കത്തില്ല, അതുകൊണ്ടാണ്. അങ്ങനെ അതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളങ്ങി. ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്താലും അപ്പവും തിന്നും, ആമി തിന്നും, ഞാനും തിന്നും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം അന്നേരം ഒഴിച്ച വെള്ളം ഒഴിക്കണം, അല്ലാണ്ട് ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ചാൽ ഒരു ടേസ്റ്റ് കാണത്തില്ല. ഇതിപ്പോൾ ഇങ്ങനെയാണ്, ഈ ചിക്കനകത്തിലെ വെള്ളം തന്നെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പം നമ്മളതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്ത് നമുക്കിനി ദമ്മ് ചെയ്യാം. ദമ്മ് ചെയ്യാനായിട്ട് ലെയറായിട്ട് ഇടേണ്ട, പക്ഷേ ഈ ലെയറായിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള സമയമൊന്നും എനിക്കില്ലാഞ്ഞതുകൊണ്ട്, വിശപ്പ് കൂടി വന്നതുകൊണ്ട് ഞാൻ അതെല്ലാം കുടഞ്ഞ് ഇതിനകത്ത് അങ്ങിട്ട് കറി അടിയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇതിനകത്തങ്ങിട്ട് ദമ്മ് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ലെയറായിട്ട് ഇടണം, പക്ഷേ അതിനുള്ള സമയമൊന്നും നമുക്കില്ല. ഇപ്പോൾ തട്ടിക്കൂട്ട് ബിരിയാണിയാണല്ലോ. അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് ഞാനെടുത്ത് മാറ്റി വെച്ചിരുന്ന കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് സവാളയും കൂടി ഇട്ടൊന്ന് അലങ്കരിക്കണം. പിന്നെ ഇതിനകത്ത് നമ്മൾ ചോറ് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്, സാധാരണ ചോറിനൊരു ചെറിയ കളർ ചേർക്കുമല്ലോ നമ്മൾ ബിരിയാണിക്കകത്ത്, പക്ഷെ ഞാനിവിടെ കളറൊന്നും ചേർക്കത്തില്ല. മഞ്ഞൾപ്പൊടിയും പാലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കും. അതാകുമ്പോൾ ചോറ് നല്ല സോഫ്റ്റും ആവും, പിന്നെ ഒരു ചെറിയ യെല്ലോ കളറും കൂടെ കിട്ടും. അതിൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ